മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത്? അപ്പോൾ ഇന്നത്തെ വർക്കിൽ നമ്മൾ നമ്മുടെ ഫോണിനൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ കവറിന്. നമ്മളെപ്പോഴും ഫോണിൻ്റെ കവറൊക്കെ എല്ലാവർക്കും ഉള്ളത് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ കവറോ അങ്ങനെ ഏതെങ്കിലും ഓർമ്മ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ അതെന്തായാലും വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ നിങ്ങളുടെ പഴയൊരു മൊബൈൽ കവർ വെച്ചിട്ട് നമുക്ക് വേറൊരു പുതിയ ലുക്ക് നമുക്ക് ആ കവറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറിലെ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്രഷ് വെച്ച് അടിക്കാതെ സ്പോഞ്ചിൽ പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചറും നമ്മൾ ബ്രഷ് വെച്ച് അടിക്കുമ്പോൾ ഉള്ള ടെക്സ്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കൂടെ ഇഷ്ടം നമ്മുടെ ഈ സ്പോഞ്ച് വെച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ കവറിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കവർ ചിലപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ സിലിക്കോണിൻ്റെ ആ കവറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കവറാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഫസ്റ്റ് ടൈം ഒന്ന് അതിൽ പിടിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു 2 കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മളൊരു 2 കോട്ട് അടിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഫൈനലിലേക്ക് പോകുമ്പോൾ 2 കോട്ടായിട്ട് ഞാൻ അടിക്കുന്നുണ്ടോ. ആദ്യം അടിച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെയും കൂടെ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ വർക്കിന് ഒരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കേസിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ മൊബൈൽ കവർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് എനിക്കൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ വാങ്ങിയാലും ഒരു എന്താ പറയുക കുറച്ച് പടമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഫുള്ള് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിലെ ഇലയാണ്. ഇത് നമ്മുടെ സാധാരണ മുറ്റത്തൊക്കെ പിടിക്കുന്ന പുല്ല് അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് ഏത് ഇലയാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട്, അതായത് ഏകദേശം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടുന്ന ഒരു ഇല നോക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെറുത്, അതിൻ്റെ വലുത്, ഏറ്റവും വലുത്, ആ ഒരു രീതിയിലുള്ള ഇലയാണ് എടുത്തത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പടം വരയ്ക്കാനൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയയാണത്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതാ ഇല ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഒരു പഴയ ബ്രഷ് എടുക്കുക. അതിനകത്ത് ഞാനിവിടെ ഒരു വൈറ്റ് കളറാണ്, ആ ബ്രഷിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആ ഇലയുടെ പുറത്തും ബാക്കി നമ്മൾ ആ ബ്ലാക്ക് കളർ കൊടുത്ത ആ ഏരിയയിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കേസിനടിച്ച ബ്ലാക്ക് കളർ ഉണങ്ങാൻ വേണ്ടിയിട്ട് മാത്രമേ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഈ മഞ്ഞുതുള്ളിയൊക്കെ വീഴുമല്ലോ, അതേപോലത്തെ ഒരു എഫക്റ്റാണ് നമുക്ക് ഇതിൻ്റെ ഈ വർക്കിൻ്റെ ഫൈനലിൽ നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ, അതായത് ബ്രഷ് വെച്ച് എല്ലാം സ്പ്രെഡ് ചെയ്ത് എല്ലാ ഏരിയയിലും കവർ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഇല റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. കൈ ഉപയോഗിക്കാതെ എന്തെങ്കിലും ടോയ്സറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടൊന്ന് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ തണ്ടിന് കുറച്ച് നീട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് പൊക്കി മാറ്റിയാലും മതി. അപ്പോൾ നമ്മളിതാ ഇല ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ പടം വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ലുക്കിലൊന്നും നമുക്ക് വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചിലവ് കുറഞ്ഞ്, അതായത് പെയിൻ്റൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ ഒരു കവറാക്കി തന്നെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്